welcome back to my channel. സോ ഇന്നത്തെ വീഡിയോ ലേറ്റസ്റ്റ് ക്ലീ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട സമയം ഓഗസ്റ്റ് 2 വരെ ആയിരുന്നു. 28 ജൂലൈയിലാണ് വന്നിരുന്നത്. അതിനുശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്ത് 6 ഓഗസ്റ്റ് വരെ ആക്കി. ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവിടെ ക്ലോസ് ചെയ്തു. ഇനി ആർക്കും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിരുന്നു, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിരുന്നു, കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടും ക്ലാരിറ്റിയിൽ പിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്നലെ വൈകിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ക്ലിയറൻസ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് ക്ലിയറൻസ് എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം നമ്മൾ 5 ഇയർ LLB ചൂസ് ചെയ്യുക. ഞാനിത് 5 ഇയർ LLBന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, 3 ഇയറിന്റെ ഞാൻ അപ്ഡേഷൻസ് നോക്കിയിട്ടില്ല. ഞാൻ 5 ഇയർ ആണല്ലോ, ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ 5 ഇയർ LLB സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് കൂടുതൽ അറിയാവുന്ന അതിനെപ്പറ്റിയാണ്, അറിയാവുന്ന മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ വെബ്സൈറ്റ് എടുക്കുക, ദെൻ നമ്മൾ LLB 5 ഇയർ LLB ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹോം പേജിൽ കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, ഇഫ് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയി ഏതാ ഈ പാസ്വേഡ് എന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ അക്ഷയയിൽ പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ കഫേയിൽ പോയി ചെയ്തത് അവിടെ പോയിട്ട് ഒരു പാസ്വേഡ് നമുക്ക് തന്നിരുന്നു. അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക. ഇഫ് അവരും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട, അക്ഷയ ത്രൂ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിനൊന്നും സമയമില്ല, ഈ വീഡിയോ കണ്ട് അപ്പം തന്നെ റെഡി ആയിട്ട് ഇതിനൊക്കെ ഇറങ്ങിക്കോളുക. ആൻഡ് അത്രയും ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഹോം പേജിൽ നിങ്ങളുടെ ഇപ്പം എൻ്റെ ആണെങ്കിൽ സഹന എസ്കുമാർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ ഒരു 3 ലൈൻസ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണും. ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിലോ സിഗ്നേച്ചറിലോ ഉണ്ടെങ്കിൽ മാത്രം പ്രത്യേകം ആ നോട്ടിഫിക്കേഷനെ ഞാൻ ഇവിടെ കൊടുക്കാൻ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. റെക്ടിഫൈ ദ ഡിഫക്റ്റ് ഇഫ് എനി എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡിഫക്റ്റ് ക്ലിയർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾക്ക് കാണിക്കത്തില്ല. എഡിറ്റെന്നോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണമെന്നോ ഡിഫക്റ്റ് ഉണ്ടെന്നോ ഒരു തരത്തിലും നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും കാണിക്കത്തില്ല. അങ്ങനെ ഒന്നും അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് അതിൻ്റെ ഒരു രീതി. ഇഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ഡിഫക്റ്റെന്നോ എഡിറ്റെന്നോ എന്തെങ്കിലും തരത്തിലൊരു ഓപ്ഷൻ കാണും. സോ അങ്ങനെ പോയിട്ട് നിങ്ങൾ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18 ഈ വരുന്ന നെക്സ്റ്റ് സൺഡേ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറേ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് എൻ്റെ ഓപ്ഷനിൽ എഡിറ്റെന്നോ ക്ലിയർ ചെയ്യണമെന്നോ ഒരു തരത്തിലും ഡിഫക്റ്റ് ഉണ്ടെന്നോ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ എൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഞാൻ കയറിയ സമയത്ത് ഇല്ലല്ലോ, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട, അടങ്ങി ഒരുങ്ങി പോയിരുന്ന് പഠിക്കുക. 18-ാം തീയതി എക്സാമാണ്. ഇനി അങ്ങനെ ഉള്ളവർ നേരെ അക്ഷയയിൽ പോവുക, ഡിഫക്റ്റ് ക്ലിയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് മെമോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ടല്ലോ. ചിലവർ ഓപ്പൺ ചെയ്ത സമയത്ത് മെമോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ എന്ന് പറഞ്ഞു. മെമോ എന്ന് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമല്ല, ജസ്റ്റ് നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ അതായത് ആപ്ലിക്കേഷൻ ആൻഡ് പാസ്വേഡ് അടിക്കുമ്പോൾ നിങ്ങൾ ഒരു പേജിൽ ചെല്ലും. അവിടെ സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ താഴെ മെമോ കിടപ്പുണ്ട്. അതാണ് ഈ മെമോ. അത് കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ, ശരിക്കും പറഞ്ഞത് നമ്മുടെ CEന്ന് അയച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്. ഇത് പറയാൻ കാര്യം, ഈ ആപ്ലിക്കേഷൻ അതായത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് എല്ലാവരുടെയും ഇമെയിൽ ID നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഇമെയിൽ IDക്കകത്ത് ഇതെന്തോ ഇററാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട്. സോ അത് രജിസ്റ്റർ ചെയ്തവർക്ക് എന്തായാലും ആ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഡിഫക്റ്റ് പറ്റിയതാണത്. അത് നിങ്ങൾ കാര്യമാക്കുകയും ചെയ്യണ്ട. പിന്നെ നമ്മുടെ ഇപ്പം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരിതേ ഉള്ളൂ. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 11 എന്ന് വരെയാണ്. ഈ വരുന്ന ഓഗസ്റ്റ്, അതായത് നാളെ ഓഗസ്റ്റ് 11 11:59 PM വരെ മാത്രമേ ആ വെബ്സൈറ്റ് അലൗഡ് ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ടൈം കഴിഞ്ഞ് വെബ്സൈറ്റ് ക്ലോസ് ആവും. പിന്നെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല, ബാക്കി എല്ലാവരും തന്നെ ചെയ്തോളൂ. ഇത് ചെയ്തില്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു പരിപാടി ഇല്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ് അഡ്മിറ്റ് കാർഡ്. അതുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അതിലാണ് നമ്മുടെ വെന്യൂ വരുന്നതും, നമ്മുടെ ഏത് ഡേറ്റ് ആണ്, നമ്മുടെ ഏത് കോളേജാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ്. ആ ഒരു അഡ്മിറ്റ് കാർഡിനകത്താണ് വരുന്നത്. സോ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല, അവരത് വിത്ത്ഹെൽഡ് ചെയ്ത് തരും. ഐ മീൻ അത് നിങ്ങൾക്ക് തരുന്നതിൽ നിന്ന് റെഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ചെയ്യാത്ത പക്ഷം, ഡിഫക്റ്റ് ഒന്നും ക്ലിയർ ചെയ്യാണ്ട് നിങ്ങൾ ആരാന്നും പറഞ്ഞു നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. സോ അതൊരു കുറച്ച് പാടല്ലേ. സോ നിങ്ങൾ എക്സാം എഴുതാൻ പറ്റാണ്ട് നിങ്ങളെ ഡിഫക്റ്റ് ചെയ്ത് കളയവർ, ലൈക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങളെ റെഫ്യൂസ് ചെയ്യും എക്സാം എഴുതുന്നതിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാം എഴുതുന്നതിന്
കുറച്ച് പ്രശ്നങ്ങൾ. ഇവിടെ എൻ്റെ ഒരു ചെറിയ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നേ, വാ 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 വാ. ഇയാൾ ഇവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ കുർത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് 2-3 ടേക്ക് പോയിട്ടുണ്ട്. അപ്പം അവിടെ ഇവിടെയും എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അറ്റവും മുറിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഇത് കണക്ട് ചെയ്ത് കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ബൈ പറ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ആരും പാനിക് ആവേണ്ട, എല്ലാവരും പഠിക്കണം, നന്നായിട്ട് പഠിക്കുക. ഇനി ഒരാഴ്ച കഷ്ടിച്ചേ നമുക്കുള്ളൂ. ഒരു സമയം കളയാണ്ടിരുന്ന് പഠിച്ചോളുക, നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റട്ടെ. ആൻഡ് ഓഗസ്റ്റ് 18 നമുക്ക് എക്സാം വരുന്നത്. ആരും മറന്നുകൊണ്ട് ഈ വരുന്ന സൺഡേ. ഓക്കെ, യെസ്, മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ആരും മറന്നു പോകരുത്. വെബ്സൈറ്റിലൊക്കെ കയറിയോ ലോ എമിനൻസിന്റെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മെഗാ മോക്ക് ടെസ്റ്റ് ഓൾ ഇന്ത്യ. സോ അതൊക്കെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ. സോ അതൊക്കെ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആരും പാനിക് ആവണ്ട, എല്ലാം നിങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് നടക്കും. ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സി യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാൻ പറ. കമന്റ് ചെയ്യണം, അറിയാത്തവർക്ക് അയച്ചു കൊടുക്കാൻ പറ, കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബൈ പറ. ബൈ, ഇവിടെ നോക്കി ബൈ പറ. ബൈ ഗേസ്.